എന്താണോ ആദ്യത്തെ ആരോപണത്തിലുണ്ടായത്, ആദ്യത്തെ പരാതിയിലുണ്ടായത്, ഏതാണ്ട് അതേ വിഷയങ്ങൾ തന്നെയാണ് രണ്ടാമത്തെ വ്യക്തിയുടെ പരാതിയിലും ആവർത്തിച്ചിരിക്കുന്നത്. ഇനി ഈ പരാതിപ്പെട്ടവരല്ലാത്തവരെക്കുറിച്ചും നമുക്കറിയാം. ഈ ഒരു പാറ്റേണാണ് എല്ലാം. അങ്ങേയറ്റം ക്രൂരമായി ആക്രമിക്കുക ഈ പെൺകുട്ടികളെ. ഇത് തന്നെയാണ് തുടർച്ചയായി രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്. ഈ കുട്ടിയുടെ കാര്യം നോക്കിയാൽ, അതായത് ഇയാൾ ആക്രമിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് ശ്വാസം നഷ്ടമാകുന്നുണ്ട്. അതായത് ശ്വാസം മുട്ടുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു, മരുന്നെടുക്കേണ്ടി വരുന്നു. അതിനുശേഷവും ഇയാൾ ക്രൂരമായി പീഡിപ്പിക്കുന്നു. ഇത് ഈ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കൽ എന്ന ഗണത്തിൽപ്പെടുന്നതല്ല. അതിങ്ങനെ സ്വാഭാവികമായും അതിൻ്റെ ഒരു ഘടനയിൽ കേസ് എഴുതുമ്പോൾ വന്നു ചേരുന്നതാണെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം എന്താണ്, വിവാഹം ചെയ്യാമെന്നത് ഇയാൾക്ക് ഇവരോടടുത്ത് കൂടാൻ വേണ്ടിയിട്ട്, ഇവരെ ഇയാളുടെ സങ്കേതത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അടവ് മാത്രമാണ്. അതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ, അതായത് ഈ പെൺകുട്ടി തന്നെ ആ സെക്കൻഡിൽ തീരുമാനിക്കുന്നുണ്ടല്ലോ. ഇയാളുടെ ഒരൊറ്റ എൻകൗണ്ടറിന് ശേഷം ഈ പെൺകുട്ടി തീരുമാനിക്കുന്നത് ഇയാളുമായി ജീവിതത്തിൽ ഒരു കാലത്തും ഇനി ഒരുമിച്ച് പോകരുത് എന്നതുകൂടിയാണ് ഈ മൊഴിയിൽ വ്യക്തമാകുന്നത്. അതായത് ഇയാൾ യഥാർത്ഥത്തിൽ ഇത്തരത്തിൽ പെൺകുട്ടികളെ വേട്ടയാടുകയായിരുന്നു.